ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ഓണക്കോടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛനും മോളിതാ റെഡി ആയിട്ടിരിക്കുന്നു, അതുപോലെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ റെഡി ആയതിന് ശേഷം കുറച്ച് അവളെ ഒരുക്കിയിട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തുണിക്കടയിലേക്ക് എത്തി. ഞങ്ങൾ പോയത് വസ്ത്രമാളികയിലാണ് കേട്ടോ, കാഞ്ഞിരത്തുള്ളതാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ആദ്യം മോൾക്കുള്ളതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കൊക്കെ നോക്കിയത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ എല്ലാം വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ ഫാൻസി ഫുഡ് വെയറൊക്കെ മേടിക്കാനാണ് കേട്ടോ. ഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഫാൻസി ആണല്ലോ നോക്കുക. അപ്പോൾ അങ്ങനെ മോൾക്കുള്ള ഫാൻസിയും ചെരുപ്പൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് പോയി മേടിക്കുന്ന ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും തന്നെ ബേബിക്ക് നല്ല ഭംഗിയുള്ള നല്ല ചെരുപ്പ് കേട്ടോ ഫാൻസിയിൽ തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവൾക്ക് സൈസ് കുറവായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതിന് സൈസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പോകുമ്പോൾ എപ്പോഴും അവൾക്ക് പറ്റുന്നത് കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഡ്രസ്സിനിടാനുള്ളത് ഒരെണ്ണം മേടിച്ചു. പിന്നെ റഫായിട്ട് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പും കൂടി നോക്കിയിട്ടാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടോ. ഞാൻ തന്നെയാണ് നോക്കിയെടുക്കുന്നതൊക്കെ തന്നെ. പക്ഷേങ്കിൽ നമ്മളത് ബാക്കിലൊരു സ്റ്റാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ബാക്കിലേക്ക് ആക്കാതെ ഇട്ട് നോക്കിയത്. അപ്പം അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് കറക്റ്റായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ആൾക്ക് അത് കുറച്ച് പുറകിലേക്ക് ഇട്ടിട്ടാണ് അതിനകത്തേക്ക് ഇടുമ്പോൾ കാല് കയറുന്നില്ല. അപ്പം ഇനി അതിന് തൊട്ട് സൈസ് നോക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഞങ്ങൾ ഫാൻസി ഫുഡ് വെയറൊക്കെ എടുത്തു നേരെ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചായയൊന്നും കുടിക്കാതെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. ഏട്ടൻ പണിയൊക്കെ മാറ്റി വന്ന് അതിന് ശേഷം കേട്ടോ പോയത്. അപ്പോൾ ചായയൊന്നും കുടിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അധികം ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചു വരാമല്ലോ എന്നൊക്കെ വിചാരിച്ച് മോളെയും കൊണ്ടല്ലേ പോണത്. അപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായയൊന്നും കുടിക്കാതല്ലേ പോയത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ തച്ചമ്പാറ എത്തിയപ്പോൾ തട്ടുകടയിലൊക്കെ കയറിയിട്ട് നമ്മൾ സ്ഥിരമൊക്കെ പോകുന്നതാണ്, രാശേട്ടനൊക്കെ പോകുന്നതാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ അവിടെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അതാ ഒരു ചായയും അതേപോലെ ഒരു ചിക്കൻ കൊണ്ടാട്ടമൊക്കെ മേടിച്ച് കഴിച്ചു. മോക്ക് അവൾക്ക് ഒരു ഫ്രൂട്ടി മേടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് വേണം ബാക്കി അവൾക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് കയറി അമ്മമ്മ അതാ ചെരുപ്പൊക്കെ ഊരി കൊടുക്കുകയാണ് കേട്ടോ. രാശേട്ടൻ ഫ്രണ്ടിൽ വന്ന് സാധനങ്ങളൊക്കെ അവൾക്ക് വേണ്ടി മേടിച്ചുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടന് യാത്രയൊക്കെ പറഞ്ഞ് രാശേട്ടൻ പോയിട്ടോ. രാശേട്ടൻ പോയതിന് ശേഷം അവളിതാ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ്. അവൾക്ക് എന്താ കഴിക്കാൻ മേടിച്ചു കൊടുത്തതെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അമ്മ. അതെന്താന്നുള്ളത് ഞാനും ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ വാച്ചൊക്കെ ഊരി വെച്ച് ഇനിയിപ്പോൾ എന്തായാലും ഒരു ചെറിയ ക്ലാസ്സാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ ചായയൊക്കെ കുടിച്ചപ്പോഴേ. എന്താണെന്നറിയില്ല, ഭയങ്കര ദാഹവും. നമ്മൾ വീട്ടിലാണെങ്കിലൊക്കെ ഒരു കപ്പ് ചായയൊക്കെ കുടിക്കുന്ന ആളാട്ടോ. ഒരു കപ്പ് ചായ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ചിലപ്പോൾ ഒരു 2 ഗ്ലാസ് അങ്ങനെ ചായയോട് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ ഞാൻ. നമുക്ക് എന്താണെന്നറിയില്ല, ഒരു വികാരമൊക്കെ കൂടുതലുള്ളൊരു സംഭവമാണ് കേട്ടോ ചായയോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ, എത്ര വേണമെങ്കിലും കുടിക്കും. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ദാഹമൊന്നും മാറിയേ ഉണ്ടായിരുന്നില്ല ചായ കുടിച്ചിട്ടോ. എനിക്ക് തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ചായ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ടൊക്കെ ചായ കുടിക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെച്ച് വിളക്കൊക്കെ കെടുത്താനായ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ വിളക്കൊക്കെ കെടുത്തി അങ്ങനെ സീരിയലിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളവിടെ കളിച്ചുകൊണ്ടിരിക്കണേ ഉണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പാലൊക്കെ കാച്ചി എടുത്തിട്ട് ഇനി ചായ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ചായ വെക്കാൻ മോളിതാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ കൊടുക്കാൻ. ഇനി കഴിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു, അവർ ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കൊടുത്താൽ കഴിക്കുമോ എന്നുള്ളത് സംശയമാണ്.
എപ്പോഴൊന്നും ഇങ്ങനെ മേടിച്ച് കൊടുക്കാറുമില്ല കേട്ടോ. ഇന്ന് അവൾ ഭയങ്കര വാശി പിടിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഷോപ്പിൽ പോയപ്പോഴേക്ക്. അപ്പോൾ അവൾ ഒതുങ്ങിയിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ രാജേഷ് ഏട്ടൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, ഒക്കത്തുനിന്ന് ഇറങ്ങുന്നില്ല ആൾ. അപ്പോൾ അങ്ങനെ ഭയങ്കര ബഹളമായപ്പോൾ ഏട്ടന് ഓരോന്ന് മേടിച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ അങ്ങനെ മേടിച്ചു കൊടുക്കില്ല കേട്ടോ. അങ്ങനെയുള്ള പുറത്തുനിന്നൊന്നും അധികം ഒന്നും മേടിച്ചു കൊടുക്കില്ല. എന്നാലും മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിലും ഞാൻ വഴക്ക് പറയും കേട്ടോ. എപ്പോഴും ഇങ്ങനെ മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ലിനും കേട് വരും. പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ, പിന്നെ വീട്ടിൽ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കൂല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വഴക്ക് പറയും കേട്ടോ, അങ്ങനെ മിഠായി ഒന്നും മേടിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു. സാധനങ്ങളൊന്നും എല്ലാം അഴിച്ച് മാറ്റിയൊന്നും നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലേ. അങ്ങനെ വന്ന് മോളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളതവിടെ ഒരു ഭാഗത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് വേണം അവളെ മേല് കുളിപ്പിക്കണം. അവൾക്ക് കഴിക്കാൻ കൊടുത്താൽ കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ഇതാ ഉള്ളിവട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ ഉള്ളിവടയും മേടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഉള്ളിവടയും കൂട്ടിയിട്ടാണ് ഞാനും അമ്മയും കൂടിയും ചായ കുടിക്കുന്നത്. മോൾക്ക് ചായ കൊടുത്തപ്പോൾ അവൾ കുടിച്ചേയില്ല. കാരണം ചായ ജസ്റ്റ് വെറുതെ ഞങ്ങൾ കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പേരിന് ശകലം അവളുടെ കപ്പിലിങ്ങനെ ശകലം ഒന്ന് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അപ്പോൾ അവൾ കുടിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ഭാഗ്യമായി കേട്ടോ. അല്ലെങ്കിൽ അവൾ അതും കൂടി കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുടിക്കുന്ന കണ്ട് അവൾ വാശി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ മോൾക്കും ഇങ്ങനെ ചായ കൊടുക്കുകയാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ചായ അങ്ങനെ മോൾക്ക് അധികം ചായ കൊടുക്കാറില്ല, അവൾ കുടിക്കില്ല കേട്ടോ. അധികം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഞാൻ അധികം അവൾക്ക് കൊടുക്കാറ്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറയുന്നത് ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സപ്പോർട്ടിങ്ങും ആ സ്നേഹവും ഒക്കെ നമുക്ക് ആ മെസ്സേജിലൂടെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.